AK അഭിലാഷ്, PV അൻവർ എന്ത് വില കൊടുത്തും വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് പറഞ്ഞത്. ചട്ടലംഘനമാകുമോ? തീർച്ചയായിട്ടും ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധികളുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വാർത്താസമ്മേളനം നടത്താൻ കഴിയില്ല എന്നുള്ള കാര്യം. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം എന്താണോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രതിനിധികൾ PV അൻവറിനെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ PV അൻവർ നേരത്തെ എടുത്തിരിക്കുന്ന ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വാർത്താസമ്മേളനം നടത്തിയേ തീരൂ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ആ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രമേ പോകൂ എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അദ്ദേഹം വളരെ കൃത്യമായി തന്നെ അതിനോട് പ്രതികരിക്കുന്നു. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം അലിഖിതമായ നിയമമാണ്, അല്ലെങ്കിൽ ലിഖിതമായ നിയമം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ പോലീസ് ഏത് തരത്തിലുള്ള നടപടിയാണ് എടുക്കുക എന്നുള്ള കാര്യം നോക്കട്ടെ എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. അതായത് അദ്ദേഹം വെല്ലുവിളിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. കാരണം ഇത്തരം നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് സഹകരിക്കാൻ തയ്യാറല്ല. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിലൂടെ പറയുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ ഹോട്ടലുമായി ബന്ധപ്പെട്ട്, ഹോട്ടൽ ഉടമകളുമായി ബന്ധപ്പെട്ടൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതേ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ നൽകേണ്ടി വരുമെന്നുള്ള കാര്യമായിരുന്നു അവർ പറയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ PV അൻവർ മാധ്യമങ്ങളെ കാണാനുള്ള ഒരു നീക്കം നടത്തുന്നത്. അദ്ദേഹം ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. കാരണം എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ അദ്ദേഹം നമ്മൾ ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ഹോട്ടലിൽ നിന്നും PV അൻവർ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം ഇപ്പോൾ നടത്തുന്നത്. സാധാരണ സൈലന്റ് പീരീഡിൽ നിശബ്ദ പ്രചരണം നടക്കുന്ന സമയത്ത് ഇത്തരം വാർത്താ സമ്മേളനങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ അനുമതി നൽകുന്നതല്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഈ സൈലന്റ് പീരീഡ് എന്നാണ് പോലീസ് പറയുക. നിശബ്ദ പ്രചരണം ത്തിൻ്റെ സമയത്ത് ഒരു തരത്തിലും ഇത്തരം പരസ്യ പ്രസ്താവനകളോ പരസ്യ മീറ്റിങ്ങുകളോ നടത്താൻ പാടില്ല എന്നുള്ളതാണ് under section 126 of the Representation of People's Act 1981 126 Representation of People's Act 126 വകുപ്പ് അനുസരിച്ച് all election campaigning stops during this period that concludes with the end of voting. From politicians to media, everyone is expected to refrain from influencing voters which the silence period is enforced. എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഡോർ ടു ഡോർ ക്യാമ്പയിനിങ് മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. മാത്രവുമല്ല 5-ൽ താഴെ ആളുകൾ മാത്രമാണ് സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടാകേണ്ടത്. അപ്പോൾ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഈ വിഷയത്തിൽ പ്രതികരണം നടത്താൻ പാടുണ്ടോ? The display of any election matter such as opinion polls through television or other similar apparatus is also prohibited. തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും പത്രസമ്മേളനം നടത്താൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹം കമ്മീഷൻ പറയുന്നത് TV, radio channels and cable networks, internet websites, social media platforms should ensure that the content aired during the silent period does not have any material including views or apparels by panelists or participants. അപ്പോൾ ഒരു പാർട്ടിയുടെ നേതാവിന് തന്നെ ഒരു മാധ്യമത്തിലൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ വോട്ടർമാരെ സ്വാധീനിക്കത്തക്ക രീതിയിൽ അങ്ങനെ ഒരു പ്രചരണം നടത്തുക സാധ്യമാണോ എന്നുള്ളതാണ്. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 126 അനുസരിച്ച് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ പരസ്യ പ്രചരണം നടത്തുക സാധ്യമല്ല എന്നുള്ളതാണ്. വെല്ലുവിളിച്ചിരിക്കുകയാണ് PV അൻവർ. നമ്മൾ കരുതുന്നത് ഇലക്ഷൻ സംബന്ധമായ ഒരു പ്രചരണത്തിനല്ല PV അൻവർ ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് എന്നാണ്. ആ താല്പര്യത്തോടു കൂടിയാണ് നമ്മളും അത് സംപ്രേഷണം ചെയ്യുന്നത്. ഒരു തരത്തിലും ചേലക്കരയിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഉള്ള ഒരു നീക്കത്തിനും നമ്മൾക്കൊരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന നിലയിൽ ഈ സൈലന്റ് പീരീഡിൽ നമുക്ക് കഴിയില്ല.